തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പാർക്കിംഗ് പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. നോ പാർക്കിംഗ് മേഖലകളിൽ അടക്കം വാഹനങ്ങൾ പാർക്ക് ചെയ്തതോടെ കാൽനട യാത്രക്കാർക്ക് മറ്റു വാഹനങ്ങൾക്കും പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്പർ 1 ആണെന്ന് അവകാശപ്പെടുമ്പോഴും പാർക്കിംഗിലെ അശാസ്ത്രീയത ജനങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പരിസരത്തും വാഹനം പാർക്ക് ചെയ്യാനെത്തുന്നവർ നട്ടം തിരിയും. പുതിയ കെട്ടിടങ്ങളും പദ്ധതികളും എത്തിയിട്ടും വാഹന പാർക്കിംഗ് ഇപ്പോഴും കീറുമാറായി തുടരുകയാണ്. കോർപ്പറേഷൻ വക മൾട്ടി പാർക്കിംഗ് കേന്ദ്രം വരുന്നുണ്ടെങ്കിലും അത് പാർക്കിംഗ് പ്രശ്നത്തിന് സമ്പൂർണ്ണ പരിഹാരമാകില്ല. സ്ഥലപരിമിതി കാരണം നോ പാർക്കിംഗ് മേഖലകളിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രധാന കവാടത്തിന് മുന്നിലൂടെയുള്ള റോഡിലുമൊക്കെ വാഹനം പാർക്ക് ചെയ്യേണ്ട അവസ്ഥയിലാണ് ജനം. രോഗികളും ജീവനക്കാരുമടക്കം ആശുപത്രിയിൽ ദിവസേന എത്തുന്നവരുടെ എണ്ണം 15,000-ഓളം വരും. ഒട്ടേറെ ആളുകളും സ്വന്തം വാഹനങ്ങളിലാണ് എത്തുന്നത്. ആംബുലൻസുകൾ, ജീവനക്കാരുടെ വാഹനങ്ങൾ തുടങ്ങി സ്ഥിരമായി എത്തുന്ന വാഹനങ്ങളുമുണ്ട്. നിലവിലെ സ്ഥിതിയിൽ 1000 ബൈക്കുകൾക്ക് പോലും പാർക്ക് ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. വൻകിട സ്വകാര്യ ആശുപത്രികളുടെ മാതൃകയിൽ പാർക്കിങ്ങിനായി മാത്രം പ്രത്യേക സ്ഥലം ഏറ്റെടുത്താൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദിവസേന OPയിൽ മാത്രം 5000 രോഗികൾ എത്തുന്നുണ്ട്. ഇപ്പോൾ വാഹന പാർക്കിംഗ് RCCയും മെഡിക്കൽ കോളേജും കടന്ന് അതിനു പിൻവശത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലങ്ങളിലേക്ക് നീളുകയാണ്. ഓരോ വിഭാഗത്തിനും സമീപം അവിടെയുള്ള ജീവനക്കാർ പാർക്കിംഗ് സ്ഥലം കൈയടക്കി വെക്കുന്ന സ്ഥിതിയുണ്ട്. ഇത്തരമിടങ്ങളിൽ ആശുപത്രിയിൽ ആദ്യമായി എത്തുന്നവർ പാർക്ക് ചെയ്താൽ സെക്യൂരിറ്റിക്കാർ ഓടിയെത്തി ആട്ടിപ്പായിക്കും. പാർക്കിംഗ് സൗകര്യമില്ലെന്ന് പറയുമ്പോഴും ജീവനക്കാർക്ക് താല്പര്യമുള്ളവർ എത്തിയാൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കി നൽകാറുണ്ടെന്നും ആക്ഷേപമുണ്ട്. ആശുപത്രി വികസന സമിതി, കോർപ്പറേഷൻ, സർക്കാർ സംവിധാനങ്ങൾ എന്നിവ സഹകരിച്ച് പാർക്കിങ്ങിനായി സ്ഥലം കണ്ടെത്തണമെന്നാണ് രോഗികളും കൂട്ടിരിപ്പുകാരും നൽകുന്ന നിർദ്ദേശം. ജനം, തിരുവനന്തപുരം.